വരട്ടെ, 3ഉം 5ഉം ആക്കാതെ. ഞങ്ങൾ അപ്പൊ അവിടുന്ന് തുടങ്ങിയ എന്താണെന്നറിയോ, 1ഉം 2ഉം ആക്കാതെ നമ്മൾ പരമാവധി കൊണ്ട് ചുരുക്കിയതാ. കാരണം ഇവരെ തരികിട നമ്മൾ മനസ്സിലാക്കി, അരമണിക്കൂർ വന്നാ ഒരു തുടങ്ങണതേ. ഓൽക്കൊരു 10 മിനിറ്റ് മേലെ എത്തണം എന്നുണ്ടെങ്കിൽ അരമണിക്കൂർ തുടങ്ങണം. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി. പൂജ്യത്തിന് നിലം വരില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടുന്ന് തുടങ്ങിയില്ല. 1ൽ നിന്ന് തുടങ്ങി 1 മിനിറ്റ് ചോദ്യം, 2 മിനിറ്റ് മറുപടി. എന്നാ പിന്നെന്താക്കാ, 2 മിനിറ്റ് ചോദ്യം, 4 മിനിറ്റ് മറുപടി, അങ്ങനെ ഏറ്റി കൊണ്ടുവന്നിട്ട് ഒരു 3 മിനിറ്റും 5 മിനിറ്റും മേലെങ്കിലും നിർത്താൻ പറ്റുമല്ലോ. അവിടെ അങ്ങിട്ട് പിടിച്ച് വേഗം സമ്മതിച്ച്. കാരണം മൂപ്പർക്കും അറിയാം വെറുതെ സമയം എടുക്കാതല്ലാതെ അവർ പറയണതൊന്നും ഇവിടെ കാണാനും നമുക്ക് സൗകര്യമില്ല, എന്തെങ്കിലും ഒന്ന് പറയാനും പിടുത്തല്ല. പിന്നെ വെറുതെ ഈ സമയം പറഞ്ഞു തന്നെ പറയണം. ഇന്തൊഴുകും നേരത്തെ പറഞ്ഞില്ലേ, പിന്നെ അന്ന സ്വബനൽ സ്വപ്പാന്നൊക്കെ പറഞ്ഞ് വെറുതെ പഠിച്ചു വെച്ച ആയത്തുകളൊക്കെ ഓതിയിട്ട് അങ്ങനെ സമയം കഴിയില്ലാതെ നിർവാഹമില്ല എന്നവർ ശരിക്കും മനസ്സിലാക്കി. ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കിയതിന്റെ പേരിൽ ഇപ്പൊ അവര് വേറൊന്ന് ചിന്തിച്ചിരിക്കുക, ഇനി സദസ്സിലും ആളെ നിർത്തണ്ട. ഇതുവരെ പൊതുസാസിൽ വെക്കാനായിരുന്നു അവർക്ക് പേടി. അതുകൊണ്ട് മൈതാനിയിൽ നിന്നൊക്കെ മാറി അവരെന്ത് ചെയ്യുക, ഓഡിറ്റോറിയത്തിലാക്കാന്നുള്ള തീരുമാനമായിരുന്നു. ഇപ്പൊ അവർ ചിന്തിച്ചിട്ട് ഇനിയിപ്പോ അതും വേണ്ട, മൈതാനത്തും വേണ്ട, ഓഡിറ്റോറിയത്തിലും വേണ്ട, ഇനി നടത്തുകയാണെങ്കിൽ തന്നെ പണ്ഡിതന്മാർ മാത്രം മതി. അപ്പോഴാണ് നമ്മളെ മുജാഹിദ് ബാലുശ്ശേരി അതിനെ കാരണം പറഞ്ഞത്, നിങ്ങൾ തക്ബീർ ചൊല്ലും. പിന്നെ തക്ബീർ അല്ലാക്കോ, സന്തോഷം വന്നാല് അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാ റസൂലുള്ളാഹ്. നമ്മളെ നേതാവിന്റെ പവറാ. വേറെ ഒന്നും കണ്ടിട്ടില്ല. ഞങ്ങളുടെ നേതാവ് എ പി അബ്ദുൽ ഖാദർ മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യനാ, മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യൻ, ഊതിയ പറഞ്ഞു, അങ്ങനത്തെ ഒരു മനുഷ്യൻ. യാതൊരു ജാടയില്ല, തലപ്പാവിന്റെ ഊക്കില്ല, ജുബ്ബക്കുപ്പായത്തിന്റെ ഊക്കില്ല, അല്ലേ, കോടിക്കണക്കിന് ഉറുപ്പ്യന്റെ കാറില്ല, തക്ബീറുകളില്ല, നാടൻ മനുഷ്യൻ. അങ്ങനെ ഒരു നാടൻ മനുഷ്യന്റെ അനുയായികളാണ് ഞങ്ങളൊക്കെ, അല്ലേ? അപ്പൊ മനസ്സിലായല്ലോ, നേതാവിന് തക്ബീറിന്റെ പ്രൗഢിയില്ല, ഒന്നുമില്ല, ഒരു സാധനമില്ല. ഉണ്ടാവില്ല. എങ്ങനെ സാധനം ആരെങ്കിലും ഒന്ന് തക്ബീർ വിളിക്കാൻ ആരെങ്കിലും വേണ്ടേ? പോയത്തല്ലേ പറഞ്ഞത്, മുഴുവൻ പോയത്തം കേട്ടോളി. നേതാവിന്റെ പോയത്തം, നിങ്ങളെ നേതാവ് കാട്ടിയ പ്രവണതകള് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ പറയാം. ISM എന്ന യുവജന പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാരെ മുഴുവനും നുണയന്മാരും കള്ളന്മാരുമാക്കി ചിത്രീകരിക്കുവാൻ വേണ്ടി ചില ആളുകളെ കയറൂരി വിട്ടപ്പോൾ ആലോചിക്കാത്ത സംഗതിയാണ് ബൂമറാങ് പോലെ തിരിച്ചു വന്നത്. ബഹുമാനായ എ പി അബ്ദുൽ ഖാദർ മൗലവി കോഴിക്കോട് മുനിസിപ്പൽ കോടതിയിൽ ഈ കഴിഞ്ഞ മാസമാണല്ലോ 2000 രൂപ പിഴ അടച്ചത്. എന്തിനാണത്? 2000 രൂപ പിഴ അടച്ച എന്തിനാ? കോടതിയിൽ കളവ് പറഞ്ഞതിന്റെ പേരിൽ. ആ 2000 രൂപ എവിടെ കിട്ടിയതായിരിക്കും? ഞാൻ മനസ്സിലാക്കുന്നു, ഈ നുണ പറയൽ മത്സരത്തിൽ പ്രൈസ് വാങ്ങിയിരിക്കുന്ന ആളുകളെല്ലാം ചേർന്ന് കിട്ടിയിരിക്കുന്ന സോപ്പ് പെട്ടികൾ തൂക്കി വിറ്റ് കിട്ടിയ 2000 രൂപ എങ്ങനെയുണ്ട്? ഇപ്പം വെറുതെ ചൊറിഞ്ഞ് മുറിയാക്കണ്ടെന്നുള്ളതിന് ഇട്ടതാട്ടത്. നിങ്ങൾ പ്രശ്നങ്ങൾ വലിച്ചിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളുടെ ശൃംഖല തന്നെ ഞങ്ങൾ വലിച്ചിടും. നിങ്ങളെ നേതാവാ, നിങ്ങളുടെ കൂട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പണ്ഡിതൻ എന്ന് പറയുന്ന ആളാണ് ഇപ്പൊ ഈ വിഷയം പറഞ്ഞത്. എന്താ പറഞ്ഞത്? 2000 രൂപ നുണ പറഞ്ഞതിന്റെ പേരിൽ, കളവ് പറഞ്ഞതിന്റെ പേരിൽ കോടതിയിൽ പിഴ അടക്കേണ്ടി വന്ന നേതാവിന് തക്ബീറില്ലാതെ തിരിഞ്ഞോ? ഊതിയാൽ പാറും. പാറണല്ലോ, അങ്ങനത്തെ സാധനം ഇവിടെ നിൽക്കാൻ പറ്റുമോ? ഊതി പാറിപ്പിക്കേണ്ട സാധനല്ലേ അതൊക്കെ? അതൊക്കെ ഇവിടെ നിൽക്കേണ്ട സാധനാണോ? തക്ബീർ ഇല്ലല്ലോ, ഉണ്ടാകൂല. ഉണ്ടാകുന്ന പൂതിം വെക്കണ്ട, തൽക്കാലം അത് ഉണ്ടാവൂല. അതൊക്കെ ഉണ്ടാകുന്നത് ഞങ്ങളെ നേതാക്കൾ, അവർക്ക് നേതൃത്വം കൊടുത്ത മുഹമ്മദുർ റസൂലുള്ളാഹി മദീനയിലേക്ക് ഇങ്ങ് വന്നപ്പോ അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാ റസൂലുള്ളാഹ്. റസൂലുള്ളാഹിനെ തക്ബീർ ചൊല്ലി സ്വീകരിച്ചവരാണ് മുസ്ലിമീങ്ങൾ. ആ പാരമ്പര്യത്തിൽ ജീവിക്കുന്നവർക്കേ അത് ലഭിക്കുകയുള്ളൂ, അല്ലാത്തവരത് പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പൊ ഇതുപോലുള്ള വിടുവായിത്തങ്ങൾ പറയുന്നത് നിങ്ങൾ നിർത്തിവെക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളും കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുജാഹിദുകളെ, ഇതുവരെ ഞാൻ സംസാരിച്ചതും മുമ്പ് ഞാൻ ഇവിടെ സംസാരിച്ചതുമായ വല്ല വിഷയങ്ങളിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാന്യതയോടെ കടന്നു വരാം. ഇവിടെ ഒരു തടസ്സവും സൃഷ്ടിക്കുന്നില്ല.
എന്നിട്ട് നിങ്ങളുടെ സംശയം നിങ്ങളൊന്ന് ചോദിക്കൂ. ഇൻഷാ അല്ലാഹ് എനിക്കറിയുന്ന വിഷയം ഞാൻ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കി തരും. അല്ലാത്തത് ഉടനെ തന്നെ ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരും. അതാണ് ഞങ്ങളുടെ പാരമ്പര്യമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ എന്നെക്കാളും വലിയ പണ്ഡിതനാണല്ലോ നിങ്ങളുടെ കാഴ്ചയിൽ സക്കരിയ സ്വലാഹി. അയാളും ഇതുപോലെ വിളിക്കാൻ സന്നദ്ധനായിരിക്കണം. എന്നിട്ട് ജനങ്ങൾ വരട്ടെ, ചെറിയ കുട്ടികൾ വരട്ടെ, അവരെ സംശയങ്ങൾ അവർ ചോദിക്കട്ടെ. എന്നിട്ട് അവര് നന്നാകണമെന്ന മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു വേദി നിങ്ങൾ ഒരുക്കി കൊടുക്കണം. അല്ലാതെ നിങ്ങൾ മറുപടി എന്ന പേരിൽ നിങ്ങൾ കവല പ്രസംഗം വെച്ചാൽ അത് നിങ്ങളുടെ കാപട്യമാണെന്ന് സമൂഹം വിലയിരുത്തുമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി നിങ്ങൾ നോക്ക്, ഇതൊക്കെ സംഭവിച്ചപ്പോഴാണ് നമ്മളെ മൗലവിമാരെന്നെ തീരുമാനിച്ചത് ഇനിയിപ്പോ വല്ലാതെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല. ഇനിയിപ്പോ നമ്മള് പഴയതുപോലെ രംഗത്തിറങ്ങിയാൽ വലിയ അപകടമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനി റൂമിലിരിക്കുക. ഇന്ന് ഏതെങ്കിലും ഒരു ടൗണിൽ ഒരു LCD പ്രൊജക്ടർ കൊണ്ടുപോയി വെച്ച് കേസറ്റുമിട്ട് നമുക്ക് ഏതെങ്കിലും കടയിലോ ഡോറടച്ചിട്ടോ പള്ളിന്റെ ഉള്ളിലോ ഇരുന്നാ മതി. ഏറ് കിട്ടുകയാണെങ്കിൽ LCD പ്രൊജക്ടറിനെ കിട്ടുള്ളൂ. നല്ല വട്ടായി. LCD ടൗണിൽ കൊണ്ടുപോയിടുക, ഇവല് റൂം അടച്ചിരിക്കുക. ഇനി നമ്മൾ പറഞ്ഞ വലിയ പൊട്ടത്തരത്തിനും ഏറ് വരികയാണെങ്കിൽ ഞമ്മക്ക് കൊള്ളൂല, LCDക്ക് കൊള്ളുള്ളൂ. മുമ്പ് ഇവരാരോ ഒരാളെ കേസറ്റ് ഇട്ടപ്പോ തന്നെ സദസ്സിന്ന് പ്രായമുള്ള ഒരു സുന്നി ചെരിപ്പൂരി ഒരൊറ്റ ഏറണ്ട് എറിഞ്ഞു. സംഗതി അയാൾ ഈമാൻ കൊണ്ട് എറിഞ്ഞതാണ്, കൊണ്ടത് സാധു കുട്ടികളെ LCD മല. കാരണം അങ്ങനത്തെ പൊട്ടത്തരം ഇവര് പറയുകയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില്ലറ പ്രശ്നമൊന്നുമല്ല. നമ്മളെ സെലഫി തന്നെ അങ്ങനെ മുമ്പ് പറഞ്ഞ് ഞാൻ പലയിടത്തും കേൾപ്പിച്ചതാ. സെലഫി പറയാണ്, ഇവർക്കൊരു സ്വഭാവമുണ്ട്, വായിക്കുന്ന സംഗതി എടുത്ത് വായിക്കൂല, അത് കാണിച്ചു കൊടുക്കൂല. സാധനം തരൂല, കാണിച്ചിങ്ങനെ തരും. സാധനം കയ്യിൽ തരൂല, സാധനം തരൂല, കാണിച്ചിങ്ങനെ തരും. സാധനം കയ്യിൽ തരൂല, കാണിച്ചു കൊടുക്കുന്നല്ലാതെ കയ്യിൽ കൊടുക്കൂല. കാരണം ഇവരൊരു സ്വഭാവം ഉണ്ട്, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വായിക്കും, പൊള്ള എഴുതി വെച്ചത്. അതൊന്ന് നോക്കട്ടെ മൗലവി എന്ന് കാണട്ടെ എന്ന് പറഞ്ഞ സാധനം കയ്യിൽ തരൂല, കാണിച്ചിങ്ങനെ തരും. അപ്പൊ കുറച്ച് കുട്ടികൾ തീരുമാനിച്ച് കാണിച്ചു ഇങ്ങനെ തരണ്ട, ഞങ്ങളാണ്ട് വന്നിട്ട് കയ്യിലിട്ട് വായിക്കോളാം. ഇതൊരു സ്ഥലത്തിന് നാട്ടിൽ നിന്ന് നമ്മൾ പ്രസംഗിച്ചപ്പോ ഇളകിയിലെ ജനങ്ങള് എന്താ പറഞ്ഞത്, എഴുതിമാലിൽ കാണിച്ചതാന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് സ്റ്റേജൊക്കെ വളഞ്ഞ് മൈക്ക് അവര് കൊണ്ടുപോയി, ആംപ്ലിഫയർ വേറൊരുത്തം കൊണ്ടുപോയി, സ്റ്റാൻഡ് വേറൊരുത്തം കൊണ്ടുപോയി, ഞാൻ റേഷൻ കടയുടെ ഉള്ളിൽ പോയി. അവസാനം അവിടുന്ന് രക്ഷപ്പെട്ടു. എങ്ങനെയോ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതാണ് വഹാബിസം. എന്താ നമ്മൾ പറയേണ്ടത് ഇവരെ പറ്റിയിട്ട്? പരമാവധി നമ്മൾ പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ അപ്പുറങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിരിച്ചു വീണോ ഒന്ന് നമുക്ക് ഇവിടുന്ന് പോകാൻ കഴിയൂല. ഈ വിവരക്കേടൊക്കെ നിക്കണോ, ഇതിനൊക്കെ നിക്കണോ നിങ്ങൾ? പിറ്റേ ദിവസം റേഷൻ കട തുറന്നു നോക്കുമ്പോ പഞ്ചസാര ചാക്കിന്റെ കൂടെ അരിച്ചാക്കിന്റെ കൂടെ ഒരു ഹുസൈൻ ചാക്ക്. സുബ്ഹാനല്ലാഹ്, റേഷൻ കടക്കാരൻ മേപ്പെട്ട് നോക്കി പോയി. കാരണം മൂപ്പര് വൈകുന്നേരം ഇട്ട് പൂട്ടിപ്പോയ സാധനം രാത്രി പ്രസംഗം കഴിഞ്ഞ അതിൻ്റെ ഉള്ളിൽ കയറിപ്പോയത്. എങ്ങനെയപ്പത്? വല്ലാത്തൊരു കൈവന്നേട്ടോ ഇവർക്ക്. നേരത്തെ അനീഫ കായക്കൊടി പറഞ്ഞില്ലേ, നിങ്ങൾ എന്ത് കൊണ്ടുവരുമെന്ന് ഞങ്ങൾക്കറിയാം. ഭയങ്കര വൈപ്പറിയുന്ന ആളുകളല്ലേ ഇവര്. മറഞ്ഞ കാര്യം അറിയാനും പെട്ടെന്ന് ജിന്ന് കയറുന്നത് പോലെ അടച്ചുപൂട്ടിയ റേഷൻ കടന്റെ ഉള്ളിൽ കയറാനും എല്ലാറ്റിനും ഇവര് സന്നദ്ധരാ. അപ്പൊ ഓപ്പറേറ്റർമാർ ശരിക്കും ശ്രദ്ധിക്കാം, മുജാഹിദിന് കൊടുക്കരുത് ട്ടാ. സെറ്റ് ആമ്പിൾ പേരും കാണൂല, മൈക്കും കാണൂല, സ്റ്റാൻഡും കാണൂല. ഇതാണ് മുജാഹിദിന്റെ സ്വഭാവം. അത്